തിരുവനന്തപുരത്ത് എക്സൈസ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ MDMA-യുമായി എത്തിയ യുവാവ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആനയറ സ്വദേശി ആകാശ് കൃഷ്ണ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചെയ്തു. ഉമേഷ്, എന്താണ് ശരിക്കും സംഭവിച്ചത്? സ്ഥിരം മയക്കുമരുന്ന് കച്ചവടക്കാരനായ ആകാശ് കൃഷ്ണ ആനയറ ഭാഗത്ത് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നു എന്ന രഹസ്യ വിവരം എക്സൈസിന് കിട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ആകാശ് കൃഷ്ണയെ വലയിലാക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഡ്രൈവ് നടത്തിയത്. ആ പ്രത്യേക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് എക്സൈസ് സംഘം തമ്പടിച്ചിരുന്നു. അങ്ങനെ എക്സൈസിന്റെ വലയിലേക്ക് ആകാശ് കൃഷ്ണ വീഴുകയാണ് ഉണ്ടായത്. പിടിയിലായി എന്ന് കണ്ടതോടുകൂടി ആകാശ് കൃഷ്ണ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുകയാണുണ്ടായത്. ആകാശ് കൃഷ്ണ 2 എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. ആരോമൽ രാജൻ, ഗോകുൽ എന്നിവരെയാണ് ആക്രമിച്ചത്. ഇരുവരെയും കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇതിൽ ഒരാളുടെ മുഖത്ത് ഗുരുതരമായ പരിക്കുണ്ട്. എന്തായാലും പരിക്കേറ്റ 2 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആകാശ് കൃഷ്ണയുടെ കൈവശം 12 ഗ്രാം MDMA-യാണ് പിടികൂടിയത്. അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ കൂടി ചേർത്ത് തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ആകാശ് കൃഷ്ണയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. അതേസമയം പരിക്കേറ്റ 2 പേരുടെയും ചികിത്സ മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. നേരത്തെ ആകാശ് കൃഷ്ണ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ പ്രതിയാണ്. ഇതുകൂടാതെ പലതവണ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് ആകാശ് കൃഷ്ണന്റെ പേരുകൾ എക്സൈസിന്റെ രഹസ്യ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. എന്തായാലും നാർക്കോട്ടിക് ഡീലറാണെങ്കിലും പ്രതി ആകാശിന് പോലീസുകാരെ ഉപദ്രവിക്കുന്ന ഒരു വിനോദമായിരുന്നു. നേരത്തെ പോലീസുകാരെ ബോംബെറിഞ്ഞ കേസിലും പ്രതിയാണ്, ഇപ്പോൾ എക്സൈസുകാരെ ആക്രമിച്ച കേസിലും പ്രതിയായി. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.